ഹലോ ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് എലിമിനേഷൻ അഡിഷൻ റിയാക്ഷൻ. ക്ലോറോബെൻസീൻ, സോഡ അമൈഡ് ഗീവ്സ് അനിലിൻ ആൻഡ് NaCl. ആ മെക്കാനിസത്തിന് നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം സ്റ്റെപ്പ് 1, അബ്സ്ട്രാക്ഷൻ ഓഫ് ഓർത്തോ പ്രോട്ടോൺ ഫ്രം ദ ക്ലോറോബെൻസീൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോറോബെൻസീൻ പ്ലസ് നമ്മുടെ NH2 മൈനസും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ Na പ്ലസിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് എന്ത് കിട്ടും? Na പ്ലസും കിട്ടും, NH2 മൈനസും കിട്ടും. ഓക്കെ, Na പ്ലസും കിട്ടും, NH2 മൈനസും കിട്ടും. ഓക്കെ, ഈ NH2 മൈനസ് ഈ ഹൈഡ്രജനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബോണ്ട് എന്ത് ചെയ്യും? ഇവിടെ ഇരിക്കുന്ന ബോണ്ട് ഇവിടെ ഇരിക്കുന്ന ബോണ്ട് ഇങ്ങോട്ട് പോകും. അത് നമ്മൾ അടുത്ത സ്റ്റെപ്പിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ അതൊന്നും നോക്കണ്ട, നിങ്ങളിത് മാത്രം നോക്കിയാൽ മതി. നമ്മുടെ ക്ലോറോബെൻസീൻ ഉണ്ട്, Cl ആൾട്ടർനേറ്റ് ഡബിൾ ബോൺസ് പ്ലസ് NH2 മൈനസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഹൈഡ്രജനെ ഇത് അട്രാക്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നമുക്ക് കിട്ടും നമ്മുടെ നോർമൽ ബെൻസീനും ക്ലോറോബെൻസീനും. ഇവിടെ അതിന് പകരം ലോൺ പെയേഴ്സ് പ്ലസ് NH3, ദാറ്റ് ഈസ് H പ്ലസ് NH2 ഗീവ്സ് NH3. ഓക്കെ, അടുത്ത് നമ്മൾ സ്റ്റെപ്പ് 2 പോവുകയാണ്. സ്റ്റെപ്പ് 2 മീൻസ് എലിമിനേഷൻ ഓഫ് ക്ലോറൈഡ് അയൺ. അപ്പോൾ നമുക്കടുത്ത് ഈ ക്ലോറൈഡ് അയൺ ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യണ്ടേ? ഓക്കെ, അപ്പോൾ നേരത്തെ റിയാക്ഷൻ നോക്കുമ്പോൾ ക്ലോറോബെൻസീൽ NH2 എന്ന് പറഞ്ഞ സോഡ അമൈഡ് അസിഡിക് ഹൈഡ്രജനെ അട്രാക്റ്റ് ചെയ്യുന്നു. അത് കാരണം നമുക്കിവിടെ ലോൺ പെയർസ് ഉണ്ടാവും, നെഗറ്റീവ് ചാർജാണ്. സോ കാർബൺ വിൽ ബി ഫോംഡ് ആൻഡ് അമോണിയ. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? എലിമിനേഷൻ ഓഫ് ക്ലോറൈഡ് അയൺ. അപ്പം ഇതിൽ നിന്നും ക്ലോറിൻ നമുക്ക് മാറ്റണം. നമുക്കറിയാം ക്ലോറിന് മൈനസ് ഐ എഫക്റ്റ് ആണ് അല്ലേ? മൈനസ് ഐ എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രോൺ അട്രാക്റ്റിംഗ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ക്ലോറിൻ അവിടെ നിന്ന് മാറും, ദാറ്റ് ഈസ് എലിമിനേറ്റ് ആവും. അതിന് പകരം എങ്ങനെയാണ് ഇവിടെ ഒരു ബോണ്ട്, ഈ സ്ട്രക്ചറിൻ്റെ പേരാണ് ബെൻസൈൻ ഫോർമേഷൻ. ഈ ലോൺ പെയേഴ്സ് ഇങ്ങോട്ട് പോകും, ദാറ്റ് ഈസ് അതാണ് ഇവിടെ ബോണ്ടായിട്ട് ഫോം ചെയ്യുന്നത്, പ്ലസ് Cl മൈനസ്. ഓക്കെ, ഇനി ഇവിടുത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ബെൻസൈനിലെ sp2 ഓർബിറ്റൽസ് ലൈ ഇൻ ദ പ്ലെയിൻ ഓഫ് ദ റിംഗ്. ബെൻസൈനിലെ sp2 ഓർബിറ്റൽസ് ലൈ ഇൻ ദ പ്ലെയിൻ ഓഫ് ദ റിംഗ് ആൻഡ് ഡു നോട്ട് ഇൻട്രാക്ട് വിത്ത്. അതൊന്നും വേണ്ട, നിങ്ങളിത് മാത്രം നോക്കിയാൽ മതി. രണ്ട് sp2 ഓർബിറ്റൽ ആർ ഇൻ ദ സെയിം പ്ലെയിൻ, ബട്ട് ഡ്യൂ ടു ഇംപ്രോപ്പർ ഓറിയൻറ്റേഷൻ ഓവർലാപ്പ് ഇസ് നോട്ട് എഫക്റ്റീവ്. ഹിയർ 2 sp2 ഓർബിറ്റൽ ആർ ഇൻ ദ സെയിം പ്ലെയിൻ, but due to improper orientation overlapping is not effective, thus it is a very weak bond, it is very unstable. Okay, മനസ്സിലായല്ലോ? സോ രണ്ട് എലിമിനേഷൻ റിയാക്ഷൻസ് കഴിഞ്ഞ് അടുത്തൊരു അഡിഷൻ റിയാക്ഷനാണ്. നമ്മുടെ ബെൻസൈൻ മോളിക്യൂൾ അമൈഡ് ഉണ്ട് H+, ഞാനത് അമോണിയ സെപ്പറേറ്റ് ചെയ്തു. ഈ ബോണ്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ പ്ലസ് ചാർജും ഇവിടെ മൈനസ് ചാർജും അല്ലേ? അപ്പോൾ NH2 എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, അപ്പോൾ പ്ലസിന് അട്രാക്റ്റ് ചെയ്യും. സോ അവിടെ ഒരു അനിലിൻ എന്ന് പറഞ്ഞ ഒരു മോളിക്യൂൾ ഫോം ചെയ്യും. പക്ഷേ അത് അനിലിൻ എന്ന മോളിക്യൂൾ ഫോം ചെയ്തില്ല, കാരണം ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ ഇറ്റ് ഇസ് എ കാർബാനിയോൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് അബ്സ്ട്രാക്ഷൻ ഓഫ് പ്രോട്ടോൺ. അനിലിൻ അല്ല, കാർബാനിയോൺ ഉണ്ട്, പിന്നെ H+ ഉണ്ട്, മൈനസും പ്ലസും H ഇങ്ങോട്ടും അട്രാക്റ്റ് ചെയ്യും. അവസാനം നമുക്ക് എന്ത് മോളിക്യൂൾ കിട്ടും? അനിലിൻ മോളിക്യൂൾ വിൽ ബി ഫോംഡ്. നമുക്ക് ഓവറോൾ റിയാക്ഷൻസ് ഒന്ന് പറയുകയാണെങ്കിൽ അവിടെ 2 എലിമിനേഷനും 2 അഡിഷൻ റിയാക്ഷൻസും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.